ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ പെട്ടെന്ന് ദിവസങ്ങളൊക്കെ കടന്നുപോയിന്ന് വെള്ളിയാഴ്ചയിൽ എത്തിയിരിക്കുക. ഈ ആഴ്ചയിലെ സന്ദേശങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ പുതിയ ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങളെ അത് സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത നമ്മുടെ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് നീതു ആൻഡ് നിത്യ രഞ്ജിത്താണ്. താങ്ക് യു. നിത്യയുടെ ഭർത്താവിന് നല്ലൊരു സ്ഥലത്ത് പോസ്റ്റിംഗ് ലഭിച്ചതിനും മകൾക്ക് സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചതിനുമുള്ള നന്ദി സൂചകവുമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക പരിജ്ഞാനവും ദൈവിക വിടുതലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇവർക്ക് രണ്ടുപേർക്കുണ്ടാകാൻ കർത്താവെ അങ്ങയുടെ പ്രത്യേക കൃപ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ ഫ്രൈഡേ സർവീസ് ഉള്ള ദിവസമാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥന നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് കൊച്ചിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്ന എല്ലാവരും കൊച്ചിയിലേക്ക് കടന്നു വരിക. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സീരീസ് വർഷിപ്പാണ് മെയിൻ. അതിൽ തന്നെ പല ആസ്പെക്റ്റുകളെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ഗുണകരമാകുന്നുണ്ടെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇന്ന് വരെ ഒരു കമൻറ്റ് ഇട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്നിടുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വാട്സപ്പിലൂടെ അറിയിച്ചാൽ കൊള്ളാം. ഏതായാലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ പാർട്ടിൽ നിന്നുള്ളത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ തോന്നിക്കുകയാണ്. കാണുന്ന നിങ്ങളിൽ ഭയങ്കരമായ ചില മാറ്റങ്ങൾ കർത്താവ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആരാധനയുടെ കാര്യത്തിൽ തന്നെ ഈ ദാവീദ് ഏറ്റവും ഉയരങ്ങളിലേക്ക് ഉയരുന്നതിൻ്റെ ഒരു സീക്രട്ട് തൻ്റെ വർഷിപ്പ് ലൈഫാണ്. അത് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ മധുര ഗായകൻ, ഔന്നത്യം പ്രാപിച്ച പുരുഷൻ പറയുന്നു, അല്ലെങ്കിൽ അരുളി ചെയ്യുന്നു. അപ്പം ഇസ്രായേലിൻ്റെ മധുര ഗായകനാണ് ഔന്നത്യം പ്രാപിച്ചത്. അല്ലെങ്കിൽ പാട്ടുകൾ പാടി ഇസ്രായേലിനെ വേണ്ടി ദൈവത്തിന് വേണ്ടി പാട്ടുകൾ പാടിയ ആളാണ് ഔന്നത്യം പ്രാപിച്ചത്. മറക്കരുത്. അപ്പം നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ ആരാധിക്കാമെങ്കിൽ ഉന്നതങ്ങളിലേക്ക്. ഞാൻ ഒരു കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ദൈവത്തെ ആരാധിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഏറ്റവും ഉന്നതനായ, മഹോന്നതനായ, പരമോന്നതനായ യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നവരുടെ ലൈഫിൽ ഔന്നത്യം ഉണ്ടായിരിക്കും. അവർ ഉയരും, ജീവിതത്തിൽ അവർ ഉയരും. മറക്കരുത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇന്നലെ വരെ ഏകദേശം 8ഓളം ഘടകങ്ങൾ ആരാധനയ്ക്കകത്ത്, കോർപ്പറേറ്റ് വർഷിപ്പിനകത്തുള്ള ഘടകങ്ങൾ ഞാൻ തന്നു കഴിഞ്ഞു. ഇന്ന് 9ാമത്തേത് പറയാൻ പോവുക. സിംഗിങ് ആൻഡ് മ്യൂസിക്, പാട്ടും സംഗീതവും. ഇത് സാധാരണ രീതിയിൽ ഇത് മാത്രമേ ആരാധന എന്ന് പറഞ്ഞാൽ പാട്ട്, സംഗീതം, മ്യൂസിക് ആൻഡ് സോങ്സ്, ഇത് മാത്രമാണ് ആരാധന. ഇത് നമുക്ക് ആരാധിക്കാം, തന്നെ ഇൻസ്ട്രുമെൻസ് എടുക്കുന്നു. സോ അതാണ് ആരാധന എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ്. കൺഫെഷൻ ഓഫ് സിൻസ് തുടങ്ങി ഇങ്ങോട്ട് ഒരു വർഷിപ്പ് സർവീസിൽ, ഒരു ആരാധനാ യോഗത്തിൽ, അല്ലെങ്കിൽ വർഷിപ്പിൻ്റെ ഒരു സെറ്റിങ്ങിൽ ആളുകൾ കൂടി വരുമ്പോൾ, 2ഓ അതിലധികം ആളുകൾ കൂടി വരുമ്പോൾ ഉണ്ടാകേണ്ട പല ഘടകങ്ങൾ
കൺഫെഷൻ ഓഫ് സിൻസ് തുടങ്ങി, പ്രെയർ പറഞ്ഞു, ഷൗട്ട്സ് ഓഫ് ജോയ്, റിജോയ്സിങ് ഇൻ ദ ലോർഡ് പറഞ്ഞു, ഷൗട്ട്സ് ഓഫ് ഹോസന്ന, ഷൗട്ട്സ് ഓഫ് ഹാലലൂയ, അത് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അടുത്തതിലേക്ക് പോകും. 9ാമത്താണ് സിംഗിങ് ആൻഡ് മ്യൂസിക്. വർഷിപ്പ് ഇൻക്ലൂഡ് സിംഗിങ് സാംസ്, ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ് ടു ഗ്ലോറിഫൈ ഗാഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള പാട്ടുകൾ, സങ്കീർത്തനങ്ങൾ, കീർത്തനങ്ങൾ, ഇതെല്ലാം ഇതിൽപ്പെടും. മ്യൂസിക് ഷുഡ് ഫോക്കസ് ഓൺ ബിബ്ലിക്കൽ ട്രൂത്ത്സ് ആൻഡ് എഡിഫൈ ദ കോൺഗ്രിഗേഷൻ. വന്നിരിക്കുന്ന ജനങ്ങൾക്ക് ആത്മീയ വർധനവ് വരുത്തുന്ന രീതിയിലുള്ള പാട്ടുകളും മ്യൂസിക്കുമാണ് ആവശ്യം. എല്ലാ മ്യൂസിക്കും നല്ലതല്ല. ഒരു ആരാധനയ്ക്ക് എല്ലാ മ്യൂസിക്കും പറ്റില്ല. ഞാനൊരു മ്യൂസീഷ്യൻ അല്ല, പക്ഷെ എൻ്റെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ പറയുകയാണ്, ചില മ്യൂസിക് ഈവിളാണ്. കേട്ടാൽ അറിയാം, ചില മ്യൂസിക് പിശാചിൽ നിന്നാണ് വരുന്നത്. ശരിക്കും ഉള്ളതുപോലെ പറയണമല്ലോ. സ്വർഗത്തിലായിരുന്ന സമയത്ത് ഇന്ന് പിശാച് എന്നറിയപ്പെടുന്ന ലൂസിഫർ ആയിരുന്ന അവിടുത്തെ മ്യൂസീഷ്യനും കൊയർ മാസ്റ്ററും അല്ല. പുള്ളിയുടെ ചിറകിൽ തന്നെ മ്യൂസിക് വരുന്ന പലതും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പിശാചിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വീണ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മ്യൂസിക് മൊത്തം താൻ കയ്യിൽ, കാരണം ബാക്ക്ഗ്രൗണ്ട് അതാണല്ലോ, അത് മുഴുവനും കയ്യിൽ പിടിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഓർക്കണം, സ്വർഗത്തിലെ നിരവധി വീണുപോകാത്ത ദൂതന്മാർ ഇന്നും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരു ഹോളി മ്യൂസിക് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എഫേസ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 19. എഫേസ്യ ലേഖനം 5:19, സ്പീക്കിംഗ് ടു വൺ അനദർ വിത്ത് സാംസ്, ഹിംസ് ആൻഡ് സോങ്സ് ഫ്രം ദ സ്പിരിറ്റ്. Sing and make music from your heart to the Lord. എഫേസ്യ ലേഖനം 5:19 വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. 5:19 അവിടെ പറയുന്നത് സ്തുതികളാലും, അതിന് മുമ്പ് തുടങ്ങണം, ആത്മാവ് നിറഞ്ഞവരായി, 18ൻ്റെ ഇടയ്ക്കുന്ന തുടങ്ങുന്നത്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ പാടുമ്പോൾ സ്വർഗത്തിലോട്ട്, ദൈവത്തിലോട്ട് പാടുന്ന ഒരു പ്രതീതിയാണ് നമുക്കുള്ളത്. തെറ്റല്ല, ദൈവത്തെ നോക്കി ദൈവത്തിന് ആരാധന കൊടുക്കണം. പക്ഷെ ഇവിടെയൊക്കെ കാണുന്നൊരു കാര്യം, തമ്മിൽ സംസാരിച്ചു. ആരാധനയുടെ ഇടയിൽ തമ്മിൽ സംസാരിക്കാം. ബ്രദർ എന്ത് പറയുന്നേ? ഒരു ക്ലാസ്സിൽ പോലും തമ്മിൽ സംസാരിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയും, ക്ലാസ്സിൽ ശബ്ദിക്കരുത്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ച? കുശലം പറഞ്ഞതല്ല, പരദൂഷണം പറഞ്ഞതല്ല. തമ്മിൽ സംസാരിക്കുന്നത് തന്നെ എന്താണെന്ന് അവിടെ പറയുന്നത്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സംസാരിക്കുന്നത്? സങ്കീർത്തനങ്ങളിലും സ്തുതികളിലും ആത്മീയ ഗീതങ്ങളിലും ഉള്ള കാര്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഷെയർ ചെയ്യുന്നത്. അത് ഭയങ്കരമല്ലേ? കാരണം ഒരു മ്യൂച്വൽ എഡിഫിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഭൂമി മുഴുവൻ തട്ടുപൊളിച്ച് ആരാധിച്ചാലും ദൈവത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം കൂടുകയോ കുറയുകയോ ഇല്ല, ജ്ഞാനം കൂടുകയോ കുറയുകയോ ഇല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധി വളരുകയോ തളരുകയോ ചെയ്യില്ല. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഈ ആരാധിക്കുന്നത് കൊണ്ട് നമുക്കേ ഗുണമുള്ളൂ, നമുക്കാണ് ഗുണം. അതുകൊണ്ട് തമ്മിലുള്ള ആത്മീയ വർധനവ് അവിടെ നടക്കുന്നു. സങ്കീർത്തനങ്ങൾ 95:2 ഒരു പ്രാവശ്യം നമ്മൾ വായിച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. ലെറ്റ്സ് കം ബിഫോർ ഹിം വിത്ത് താങ്ക്സ് ഗിവിംഗ് ആൻഡ് എക്സ്റ്റോൾ ഹിം വിത്ത് മ്യൂസിക് ആൻഡ് സോങ്. സങ്കീർത്തനങ്ങൾ 95 എടുക്കുക. എടുത്തവരൊക്കെ ഹല്ലേലൂയ. അതിൻ്റെ 2ാമത്തെ വചനമാണ് അവിടെ എഴുതിയിട്ടുണ്ട്. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക. അതിൽ അത്ര ക്ലിയർ അല്ല, ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആണ്. ലെറ്റ്സ് കം ബിഫോർ ഹിം വിത്ത് താങ്ക്സ് ഗിവിംഗ് ആൻഡ് എക്സ്റ്റോൾ ഹിം വിത്ത് മ്യൂസിക് ആൻഡ് സോങ്.
കണ്ടോ? അവിടെ എനിക്കറിയാം ചില സഭാവിഭാഗങ്ങളിൽ അവർ വിശ്വസിക്കുന്നത് പുതിയ നിയമത്തിൽ നമ്മൾ പാടി ആരാധിക്കുമ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന സഭകളുണ്ട്. അവരെല്ലാവരും കൂടെ ഇരുന്ന് പാട്ട് പാടും, കൈയടിക്കാൻ പോലും സമ്മതിക്കാത്ത സഭകളുണ്ട്. പാട്ട് പുസ്തകം എടുത്തു വെച്ച് അല്ലെങ്കിൽ അറിയാവുന്നൊരു പാട്ട് എല്ലാവരും ചേർന്ന് പാടുക, നോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അലൗഡ്. അങ്ങനെയുള്ള സഭാവിഭാഗങ്ങളുണ്ട്. അത് പറയുന്ന പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു പ്രമാണമില്ല. അതുകൊണ്ട് നമുക്ക് മ്യൂസിക് വേണ്ട. അതുകൊണ്ട് എന്ത് പറ്റി? പിശാച് എടുത്തോണ്ട് പോയി. പിശാച് ആ മ്യൂസിക് എടുത്ത് ചെറുപ്പക്കാരെയും മറ്റുള്ളവരെയും വഴിതെറ്റിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയി. ഞാനിങ്ങനെ വിശ്വസിക്കുന്ന ദൈവം ഈ മ്യൂസിക് സൃഷ്ടിച്ചത് ചില പ്രത്യേക ഉദ്ദേശത്തിലാണ്. ഒന്ന്, അവനെ ആരാധിക്കാൻ. രണ്ട്, നമുക്ക് സന്തോഷിക്കാൻ, നമുക്ക് എൻജോയ് ചെയ്യാൻ. പാട്ട് കേട്ട് സന്തോഷിക്കാത്ത ആരാ ഉള്ളത്? എല്ലാ പാട്ടിൻ്റെ കാര്യമല്ല പറയും. മ്യൂസിക് തെറപ്പി ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സംഗീതത്തിലൂടെ എങ്ങനെയാ പറയുന്നതിൻ്റെ, സംഗീതത്തിലൂടെയുള്ള തെറപ്പി ഉണ്ട്, ചികിത്സ. വേർഡ് നോക്കിയാൽ സംഗീത ചികിത്സയുണ്ട്. ചില പ്രത്യേക മ്യൂസിക് ഇട്ട് ആളുകളെ റിലാക്സേഷൻ കൊണ്ടുവന്ന്, റിലാക്സേഷൻ മ്യൂസിക് കൊണ്ടുവന്ന് രോഗങ്ങൾ മാറ്റുന്ന ചികിത്സ വരെ മനുഷ്യൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കും. അപ്പോൾ മ്യൂസിക്കിൻ്റെ ഇമ്പാക്റ്റ് എന്താ? മ്യൂസിക്, ഞാൻ പറയാം, ഏത് മ്യൂസിക് നിരന്തരം കേൾക്കുന്നതനുസരിച്ച് ക്യാരക്ടർ പോലും മാറിപ്പോകും. നമ്മുടെ ടെമ്പറമെന്റ്സ് മാറിപ്പോകും, നമ്മുടെ നേച്ചർ മാറിപ്പോകും. ഓക്കെ, പറയാൻ വന്നത്, സിംഗിങ് ഹാസ് എ വെരി വെരി ഡെഫിനറ്റ് പ്ലേസ് ഇൻ വർഷിപ്പിംഗ് ഗോഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. വി ഗ്ലോറിഫൈ ഗോഡ് ഇൻ അവർ സിംഗിങ് പ്രൈസസ് ടു ഹിസ് നെയിം. ദൈവത്തിന് സ്തുതികൾ പാടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു സംശയമുണ്ട്. Colossians 3:16, let the message of Christ dwell among you richly as you teach and admonish one another with all wisdom through psalms, hymns and songs from the Spirit, singing to God with gratitude in your hearts. കൊലോസ്യ ലേഖനം 3:16 വായിക്കാം. കൊലോസ്യ ലേഖനം എവിടെയാണെന്നറിയാമോ? ഫിലിപ്പർ കഴിഞ്ഞ ഉടൻ തന്നെ 3:16 എടുത്തു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചു നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചന ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാ, ഇനി അടുത്ത ഒന്നിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. വാട്ട് ഈസ് നെക്സ്റ്റ്? ഞെട്ടിപ്പോകരുത്. ആരാധനയിൽ ഉൾക്കൊള്ളിക്കേണ്ട, ആരാധനയോട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഘടകങ്ങൾ കൂടെയാണ് ഞാൻ ചേർത്ത് പറയുന്നത്. അതിലൊന്നാണ് ബാപ്റ്റിസം, സ്നാനം. ഇവിടെ ഉദ്ദേശിച്ചത് വാട്ടർ ബാപ്റ്റിസം. ബാപ്റ്റിസത്തെക്കുറിച്ച് ഒത്തിരി പ്രാവശ്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്യാറുണ്ട്. വർഷത്തിൽ 2, 3, 4 പ്രാവശ്യമൊക്കെ അവിടെ ഇവിടെയൊക്കെയായിട്ട് സ്പർശിച്ചു പോകും. എന്നാൽ ഈ ആരാധനയ്ക്കകത്ത് സ്നാനം എങ്ങനെ വന്നു നോക്കാം. Baptism is a public act of obedience and an outward sign of the inward reality. അകത്ത് നമുക്ക് രക്ഷ കിട്ടി. അകത്തെ മനുഷ്യൻ മരിച്ചു, പക്ഷേ യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. അത് പുറമെ പ്രതീകാത്മകമായി, സിംബോളിക്കായി നമ്മൾ ചെയ്യുന്നു. അത് സിംബോളിക്കായിട്ട് നമ്മൾ ചെയ്യുന്നു. പബ്ലിക് ആക്ട് ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ ഒരു പരസ്യ പ്രവൃത്തിയായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എന്താണ് സ്നാനത്തിൽ പറയുന്നത്? സ്നാനം, റോമാലേഖനം 6-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ ആദ്യത്തെ ഭാഗം മുഴുവൻ സ്നാനത്തിൻ്റെ മീനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. പലതരം സ്നാനങ്ങളുണ്ട്. അതിലൊരു സ്നാനം നമ്മുടെ അകത്ത് ആത്മാവ് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിൽ നടക്കുന്ന സ്നാനമാണ്. വചനത്തിലൂടെ നടക്കുന്ന സ്നാനമുണ്ട്. എന്നാൽ ഒരു ജലസ്നാനം എന്ന് പറയുമ്പോൾ അത് പുറമേയുള്ളൊരു പ്രവൃത്തി മാത്രമാണ്. പക്ഷെ അതിന് മുൻപ് അകമേ ഒരു പ്രവൃത്തി വന്നിരിക്കും. അതെന്താണത്? ബീങ് റേസ്ഡ് ടു എ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതത്തിനായി
നമ്മൾ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, അത് യേശുവിനോടൊപ്പം ഞാൻ മരിച്ചു എന്ന് കാണിക്കുന്നു. വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്നു, യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം പുറത്തിറങ്ങി മുന്നിലേക്ക് പോകുന്നു. ജീവൻ്റെ പുതുക്കത്തിൽ, ഉയർപ്പിൻ്റെ ശക്തിയിൽ ഇനിയുള്ള ആയുസ് ഞാൻ ജീവിക്കും. ഇതാണ് ഇതിൻ്റെ മീനിങ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെ വായിക്കുമ്പോൾ, Then Jesus came to them and said, All authority in heaven and on earth has been given to me. Therefore go and make disciples of all nations, baptizing them in the name of the Father and of the Son and of the Holy Spirit, and teaching them to obey everything I have commanded you. And surely I am with you always to the very end of the age. അവിടെ ആ ഭാഗം വായിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ? മത്തായി 28-ാം അധ്യായം എന്ന് പറയുമ്പോൾ അവസാന അധ്യായം, 18 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യങ്ങൾ. യേശു അടുത്ത് എന്ന സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ കയ്യിലേക്ക് മുഴുവൻ അധികാരവും വന്നിരിക്കുകയാണ്, തിരിച്ചു വന്നിരിക്കുക. മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ സാധനം തിരിച്ചു പിടിച്ചു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. ഇനി ആകെ ചെയ്യേണ്ടത്, ഞാൻ സകലത്തിൻ്റെ അധികാരിയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ അവിടെ നാം കാണുന്ന ശക്തമായ ഒരു ദൂത്, ലോകമെമ്പാട് പോകണം, സുവിശേഷമൊക്കെ പ്രസംഗിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? അവരെല്ലാം സ്നാനപ്പെടുത്തണം. ഓരോ വ്യക്തിയും സ്നാനപ്പെടുമ്പോൾ പറയുന്നത്, ഞാൻ പാപത്തോട് മരിച്ചു, ഈ ലോകത്തോടെല്ലാം മരിച്ചു, ഞാൻ യേശുവിനോടുകൂടി ചേർന്ന് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ജീവൻ്റെ പുതുക്കത്തിൽ ഞാൻ ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു, ഞാൻ അവൻ്റെ പിന്നാലെ ഇനിയുള്ള സമയങ്ങളിൽ നോ ടേണിംഗ് ബാക്ക്, ഞാൻ മുന്നിലേക്ക് പോകും. Acts 2:38, Peter replied, Repent and be baptized every one of you in the name of Jesus Christ for the forgiveness of your sins, and you will receive the gift of the Holy Spirit. അപ്പോൾ നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. എന്നാൽ നിങ്ങളുടെ പാപമോചനത്തിനായി, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. ഇതാ പറയുന്നത്. അപ്പോൾ ഓരോരുത്തൻ സ്നാനമേൽക്കണം എന്നല്ലേ നമ്മളിവിടെ കാണുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം ഒന്നുകൂടി ഒന്ന് വായിക്കുന്നതല്ല. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-4 വചനങ്ങളിൽ, Or don't you know that all of us who were baptized into Christ Jesus were baptized into his death? 4-ാമത്തെ വചനത്തിൽ, We were therefore buried with him through baptism into death, in order that just as Christ was raised from the dead through the glory of the Father, we too may live a new life. റോമാലേഖനത്തിലേക്ക് പോകാം. ബൈബിൾ കൈവശമുള്ളവരൊക്കെ ഒന്ന് എടുക്കുന്നത് നല്ലത്. റോമാലേഖനം 6:3 വചനം എഴുതിയിരിക്കുന്നു, നോക്കൂ. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പം എന്തിനാ സ്നാനമേറ്റത്? മരണത്തിൽ പങ്കാളികളാകാൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു മരിച്ചു, എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. ആ മരണവും എനിക്കും തമ്മിൽ ഒരു കണക്ഷൻ വേണം. ആ മരണം എൻ്റെ മരണമാണ്. എൻ്റെ മരണം കർത്താവ് ഏറ്റെടുത്തു. പക്ഷെ ഞാൻ 2000 വർഷങ്ങൾക്ക് പിന്നിലേക്ക് യാത്ര ചെയ്ത്, ടൈം മെഷീനിലൂടെ യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ട് എനിക്ക് യേശുവിനോടൊപ്പം മരിക്കാൻ സാധിക്കുമോ? നോ വേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആകെ ചെയ്യേണ്ടത് വിശ്വസിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി സ്നാനപ്പെടുമ്പോൾ, വെള്ളത്തിൽ മുങ്ങുമ്പോൾ യേശു കർത്താവ് അവിടെ മരിച്ച് അടക്കപ്പെട്ടതിന് സദൃശ്യമായി കണക്കാക്കപ്പെടും. ഇത് സ്പിരിറ്റിൽ നമ്മൾ വിശ്വാസത്താൽ ചെയ്യേണ്ട ഒന്നാണ്. അവിടെ തീരുന്നില്ല. നമ്പർ 4,
We were therefore buried with him through baptism into death, in order that just as Christ was raised from the dead through the glory of the Father, we too may live a new life. 4-ാമത്തെ വചനത്തിൽ, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി 6-ാമത്തെ വചനത്തിൽ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ സ്നാനം എന്ന് പറഞ്ഞ ചെറിയ പരിപാടിയല്ല, വെള്ളത്തിൽ മുങ്ങി ചുമ്മാ പൊങ്ങുന്ന പരിപാടിയല്ല സ്നാനം. അതിനുള്ളിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടുമായി നമുക്കൊരു ഭയങ്കര സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടായിട്ട് പഴയ എല്ലാ ജീവിതത്തിൽ നിന്നും നമ്മൾ പുറത്തു വന്ന് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരു വലിയ സംഭവമാണ് ഈ സ്നാനത്തിൽ നടക്കുന്നത്. ആത്മാവിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒരു വേൾഡിൽ നിന്നും മറ്റൊരു വേൾഡിലേക്ക് പുഷ് ഓഫ് ചെയ്യപ്പെടുകയാണ്. ലോഡ്ഷിപ്പ് മാറുകയാണ്. കൂടെ ഉയർത്തെഴുന്നേറ്റ യേശു കൂടെ ചേർന്ന് നടക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുകയാണ്. ഒരു ഭയങ്കരമായൊരു ജീവന്റെ പുതുക്കം അവിടെ നമുക്ക് വേണ്ടി വരികയാണ്. ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിക്കപ്പെട്ട ഒന്നാണ് സ്നാനം. പക്ഷേ ഈ സ്നാനം ആക്ച്വലി ആരാധനയുടെ ഒരു പാർട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പല ഞായറാഴ്ചകളിലും ആരാധനയ്ക്ക് മുമ്പ്, ആരാധനയ്ക്ക് ശേഷം, അല്ലെങ്കിൽ 2 ആരാധനയിടയിലൊക്കെ സ്നാനങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മതം മാറ്റാനുള്ളൊരു വിദ്യയല്ല. മതം മാറ്റത്തിൽ ബ്ലെസ്സിങ് ടുഡേ വിശ്വസിക്കുന്നില്ലെന്ന് ഒത്തിരി പ്രാവശ്യം ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് കുടിയേറി പാർത്തതുകൊണ്ട്, ചാടിയതുകൊണ്ട്, മറുകണ്ഠം ചാടിയതുകൊണ്ട് ഒരാൾക്കും ഒരു നന്മ ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ അകത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വന്നാൽ, യേശു വന്നാൽ ജീവിതം മാറുകയാണ്. ഈ മാറ്റം എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകണമെന്നില്ല. പക്ഷേ നമ്മുടെ വിഷയം ഇതാണ്, ആരാധനയിൽ എന്തുകൂടെ അടങ്ങിയിട്ടുണ്ട് അതാണ് ശ്രദ്ധിക്കണം. ആരാധനയ്ക്കകത്ത് സ്നാനം വരെ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാർട്ടാണ്. പല രാജ്യങ്ങളിലും ആരാധന നടുവിൽ തന്നെ വലിയ സാങ്ച്വറിയൊക്കെ ആണെങ്കിൽ ആ ആരാധന നടുവിൽ തന്നെ സ്റ്റേജിലോ താഴെയോ വലിയ സ്നാനപ്പെടുത്തുവാനുള്ള വലിയ ഇങ്ങനെ ഒരു ടാങ്ക് പോലെ പെട്ടെന്ന് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കി അതിനകത്ത് പരസ്യമായി എല്ലാവരും കാണിക്കുക, സഭ മൊത്തം കാണിക്കുക, സ്നാനപ്പെടാൻ ഉള്ള സൗകര്യങ്ങൾ പല സ്ഥലങ്ങളുണ്ട്. ഒരു യൂറോപ്യൻ രാജ്യത്ത് ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റേജിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ മുകളിലൂടെ ഒരു പ്രത്യേക തട്ട് പോയിട്ടുണ്ട്. ആ തട്ട് നമ്മൾ സ്വിച്ച് ഓണാക്കുന്ന സമയത്ത് ഓരോ വശങ്ങളിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നീങ്ങി കഴിഞ്ഞാൽ നേരെ കാണുന്നത് സ്നാനമാണ്, സ്നാനക്കുളമാണ്, അല്ലെങ്കിൽ ബപ്റ്റിസ്മൽ ലേക്കാണ്. ഞാൻ വേറൊരു വെസ്റ്റേൺ കൺട്രിയിൽ ചെന്നപ്പോൾ അവിടുത്തെ മെയിൻ സ്റ്റേജിൻ്റെ, പാസ്റ്റർ നിന്ന് പ്രസംഗിക്കുന്ന മെയിൻ സ്റ്റേജിൻ്റെ നേരെ മുകളിലായിട്ട് ഭിത്തിയിലൂടെ നോക്കിയാൽ ഒരു വിൻഡോ പോലെ കാണാം. അവിടെയാണ് സ്നാനം നടക്കുന്നത്. അഥവാ ഇവിടെ നിന്നും ഈ വാളിൻ്റെ പുറകിലേക്ക് സ്റ്റെപ്പുകളിലൂടെ നടന്ന് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു വിൻഡോ പോലെയുണ്ട്. ആ വിൻഡോയുടെ ആ സെയിം ഹൈറ്റിൽ താഴേക്കുള്ളത് സ്നാന ടാങ്കാണ്, സ്നാനപ്പെടുത്തുവാനുള്ള ബാപ്റ്റിസം ലേക്കാണ്. അവിടെ സ്നാനം നടക്കുമ്പോൾ സഭയ്ക്കകത്തുള്ള എല്ലാവർക്കും കാണാം ഒരാൾ സ്നാനപ്പെടുന്നത്. ആരാധനയുടെ ഒരു പാർട്ടായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. എത്ര പേർ സ്നാനപ്പെട്ടവരായിട്ടുണ്ടോ? കൈവീശി കാണിക്കാമോ? നിങ്ങളൊന്ന് ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാമോ? ഐ ആം ബാപ്റ്റൈസ്ഡ്, ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാണ്. സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലെസ്സിങ് ടുഡേയുടെ നമ്പറിലൊക്കെ ഒന്ന് ബന്ധപ്പെടുക. എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് തരാൻ പറയാം. നമ്മുടെ ഏതെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ടുഡേ സഭയിലേക്ക്, ചർച്ചിലേക്ക്, കൂട്ടായ്മയിലേക്ക് ചെന്നാൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരും. ഇല്ലെങ്കിൽ കൊച്ചിയിലെ ബ്ലെസ്സിങ് ടുഡേയിലേക്ക് വരിക. അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ആവശ്യമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. എന്തോ കൃഷിയൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായ നഷ്ടം വന്ന് വലിയ വേദനയിലായിരിക്കുന്ന ആരെയൊക്കെയോ കർത്താവ് തൊടുകയാണ്.
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ഈ തൈറോയ്ഡ് റിലേറ്റഡ് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഷോൾഡർ പെയിൻ മാറിപ്പോട്ടെ, ജോയിൻറ്റ് പെയിനുകൾ മാറിപ്പോട്ടെ. ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഷുഗർ ലെവൽ നോർമലാകട്ടെ, ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ, കൊളസ്ട്രോൾ ലെവൽ നോർമലാകട്ടെ. തിരുനാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവെ, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സോ ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറിയുടെ ലിങ്കുകൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി ബ്ലസ് ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.